പാർപ്പിട പദ്ധതിക്ക് മുൻഗണന നൽകി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ലൈഫ് ഭവന പദ്ധതിക്കായി 7 കോടി രൂപ നീക്കിവെച്ചു. കാർഷിക മൃഗസംരക്ഷണ മേഖലയ്ക്കും വനിതാ ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഭവന നിർമ്മാണ പദ്ധതിക്ക് പ്രാധാന്യം നൽകിയാണ് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത്. ലൈവ് ഭവന നിർമ്മാണത്തിന് 6 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയ്ക്കായി 2,25,67,000 രൂപയും കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് 23,94,525 രൂപയും സൂര്യപ്രഭ LED നിർമ്മാണം, പരമ്പരാഗത കൈത്തൊഴിലുകളുടെ പ്രോത്സാഹനം, ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, തൊഴിൽ സംരംഭകത്വ വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി 1,50,800 രൂപയും നീക്കിവെച്ചു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 2,98,500 രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 7,36,000 രൂപയും ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് 5,87,540 രൂപയും സാമൂഹ്യനീതിക്കായി 3,94,22,000 രൂപയും വനിതാക്ഷേമ പ്രവർത്തനം, മാലിന്യ സംസ്കരണം, ശിശു വനിതാക്ഷേമം എന്നിവയ്ക്കായും ബജറ്റിൽ തുക വകയിരുത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാകേഷാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഒരു ഗ്രാമപഞ്ചായത്താണ് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത്. രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് വിഘാതമായ അസമത്വവും ദാരിദ്ര്യവും സൃഷ്ടിക്കുന്ന ദുരവസ്ഥയെ തരണം ചെയ്യുന്നതിന് ഭക്ഷ്യസുരക്ഷാ നിയമവും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമവും രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ദാരിദ്ര്യവും വിശപ്പും ഇല്ലായ്മ ചെയ്യുന്നതിന് രാജ്യം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ യജ്ഞഭൂമിയിൽ വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികാര വികേന്ദ്രീകരണത്തിൽ ഊന്നി നിന്നുകൊണ്ട് നാം നടപ്പിലാക്കുന്ന ജനകീയാസൂത്രണ പരിപാടി കേരളത്തിന്റെ ഇന്നത്തെ മികച്ച നേട്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ബജറ്റ് അവതരണ സമ്മേളനത്തിൽ പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ILTMSന്റെ ന്യൂനതകൾ പരിഹരിക്കപ്പെടുന്നതോടൊപ്പം ഈ ഗവേണൻസ് ഒരു പുത്തൻ കാൽവെപ്പ് നടത്തുവാൻ പര്യാപ്തമായി കഴിഞ്ഞു എന്ന് നിസ്സംശയം പറയാം. പ്രവൃത്തി മണ്ഡലം വിപുലീകരിക്കുകയും എന്നാൽ അതേസമയം തന്നെ ഉദ്യോഗസ്ഥരുടെ അധ്വാനഭാരം ഇതുവഴി കുറയ്ക്കുവാനും സാധിക്കും. പദ്ധതി നടത്തിപ്പ് സമയബന്ധിതമാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന നടപടിക്രമങ്ങൾ പ്രയോജനകരമാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.